പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ 15-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 15-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പഴയ നിയമത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അബ്രഹാമും ദൈവമായിട്ടുള്ള ഒരു ദൃഢതര ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ആ ബലി അർപ്പിച്ചുകൊണ്ടുള്ളതാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ അവിടെ നിലവിലിരുന്ന ചില സമ്പ്രദായ പ്രകാരമുള്ള ഒരു ബലിയർപ്പണത്തോടു കൂടിയാണ് ഉടമ്പടി അവർ അംഗീകരിക്കുന്നത്, നടപ്പിലാക്കുന്നത്. അതുപോലെയാണ് കർത്താവ് അവിടെ ചെയ്യിച്ചത്. അത് നമ്മൾ അതിൻ്റെ വിശദ രൂപം നമ്മൾ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പരിണത ഫലങ്ങളുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് അബ്രഹാമിന് ഒരു സന്താനം ഉണ്ടാകുന്നതാണ്. പക്ഷേ സാറായിലല്ല, സ്വന്തം ഭാര്യയിലല്ല. അത് സാറായുടെ ഭൃത്യയായ പരിചാരികയായ ഒരു സ്ത്രീയിലായിരുന്നു, ഒരു യുവതിയിലായിരുന്നു ഒരു മകൻ ജനിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് പഠിക്കണം, എന്തുകൊണ്ട് അബ്രഹാമിന് അങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിലാണെന്നുള്ളത്. അല്ലെങ്കിൽ അബ്രഹാമിന് അത് ദൈവത്തിൻ്റെ വാക്ക് ആലോചിക്കാതെ ചെയ്യത്തില്ല, പല കാര്യങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ സ്വന്തം ദേശമെന്ന് പറയുന്നത് ബാബിലോണിലെ ഊർ എന്ന പ്രദേശമാണ്. ബാബിലോണ് അത് ദൈവം ഇല്ലായ്മയുടെ ഒരു നാടാണ്. പിന്നെ ദൈവമില്ലെന്നല്ല, അവരുടെ സങ്കല്പ ദൈവങ്ങളൊക്കെ ഉണ്ട്. കാളയും അതുപോലുള്ള പല പ്രതിഷ്ഠകളുമൊക്കെ ഉണ്ട്, പല സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ദൈവത്തിന്. കാളയെന്ന് പറയുമ്പോൾ പുരുഷ ശക്തിയുടെ പ്രതീകമാണത്, പ്രത്യേകിച്ച് പുരുഷാധിപത്യം, പുരുഷ ശക്തിയുടെ. അത് അന്നത്തെ കാലത്ത് എല്ലാ രാജ്യങ്ങളിലും തന്നെ നിലവിലിരുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബാബിലോൺ സ്ഥാപിച്ചത് നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തി 10, 9 മുതൽ 12 വരെ. നിമ്രോദ് എന്ന ഒരു വീരൻ, ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷനായിരുന്നു അവൻ, യുദ്ധവീരനായിരുന്നു, വീരപുരുഷനായിരുന്നു ആദ്യത്തെ. അപ്പോൾ അയാളാണ് ഈ ബാബിലോൺ രാജ്യം സ്ഥാപിച്ചത്. സാമ്രാജ്യമായിട്ട് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ക്രമേണ കീഴടക്കി ഒരു സാമ്രാജ്യമായിട്ട് ആദ്യം സ്ഥാപിച്ചു. ഒരു വലിയ ധിക്കാരിയും ദൈവവിരോധിയും ദൈവത്തെ പറ്റി ഒരു ഇല്ലാത്തവനുമായിരുന്നു. മറ്റ് ആരാധനാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ദൈവത്തെപ്പറ്റി അന്ന് അവിടങ്ങളിലുള്ള ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നിമ്രോദ് അതിലൂടെ പറയുന്നത്, നിമ്രോദിനെ പോലെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു നായാട്ട് വീരൻ, അങ്ങനെ ഒരു ചൊല്ലുവരെ ഉണ്ടായെന്നാണ്. പഴഞ്ചൊല്ല് വരെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന വരെ ചൊല്ലുണ്ടല്ലോ, നാടൻ ചൊല്ലുകൾ. അപ്പോൾ അങ്ങനെ അവിടങ്ങളുണ്ടായിരുന്ന ഒരു ചൊല്ലായിരുന്നു, ദൈവത്തിൻ്റെ മുൻപിൽ നിമ്രോദിനെ പോലൊരു നായാട്ട് വീരൻ എന്ന് ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അഹങ്കാരിയും തൻ്റെ ഇടിയും ഒരു സ്വേച്ഛാനുസരണം പ്രവർത്തിക്കുന്നവനും മറ്റുള്ളവരെ ഒന്നും വകവയ്ക്കാത്തവനും ഒക്കെ ആയുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ ആ സ്വന്തം ശക്തിയിലുള്ള ഒരു മതവാരായ കൊണ്ടായിരുന്നു, സ്വന്തം ശക്തി അതാണ് ഉള്ളത്. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു മതം. അപ്പോൾ അതായിരുന്നു നിമ്രോദിൻ്റെ ദൈവം, സ്വന്തം ശക്തി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഇല്ല. ആ ജനതകൾ അവിടാണ് അബ്രഹാമിൻ്റെയും ഭവനമുള്ളത്. അബ്രഹാമും അവിടെയാണ് ജനിച്ചു വളർന്നത്. അബ്രഹാമിൻ്റെ കുടുംബം അവിടെയാണ്, ആ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അബ്രഹാമിനെ ഇവിടെ ദൈവം വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ
കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാ? സ്വന്തമായിട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വണങ്ങുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കണം ഈ ഭൂമുഖത്ത്. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരുപോലെ ആയിപ്പോയാൽ ഭൂമിയെ നശിപ്പിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അപ്പോൾ ഇതൊരു ആവശ്യമായിട്ട് വന്നു. ദൈവത്തിന് മനുഷ്യനെ തീർത്ത് വെറുക്കാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വന്തം ജനതയെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് അബ്രഹാമിനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അബ്രഹാമിനെ ബാബിലോണിൽ നിന്ന് ഊർ ദേശത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കാനാനിൽ കൊണ്ടുവരുന്നത്. ഇനിയും അപ്പോഴേ ഈ അവിടുത്തെ ഈ നിമ്രോദിൻ്റെ നാട്ടിൽ, അപ്പോൾ അന്ന് നിമ്രോദ് അല്ല ഉള്ളത്, അതൊക്കെ വളരെ പണ്ടുള്ളതാണ്. വളരെ ചിലപ്പോൾ ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരിക്കും നിമ്രോദ്. അപ്പോൾ അവിടുന്ന് ആ സാംസ്കാരിക രീതി, ആ സംസ്കാരം, ദൈവമില്ലാത്തുള്ള സംസ്കാരം കണ്ടതിനെയൊക്കെ ആരാധിക്കുക. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ തൊഴിലും ഇതായിരുന്നല്ലോ, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം ഇടപെട്ടു, ദൈവം വിളിച്ചു, ദൈവത്തെ അറിഞ്ഞിടം മുതൽ അതിനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റായിട്ട് ധരിക്കരുത്. ദൈവം ഇടപെട്ടു, ദൈവം തന്നെ അബ്രഹാമിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ മുതൽ ദൈവത്തെയാണ്, സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. അല്ലാതെ സങ്കല്പ ദൈവങ്ങളെയല്ല, വിഗ്രഹങ്ങളെയല്ല. വിഗ്രഹങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധം അപ്പോഴേ വിട്ടു. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അബ്രഹാമിന് ദൈവം എപ്പോഴും ആ ഒരു അല്പമൊക്കെ നമ്മുടെ ജന്മന ഉള്ളത് കുറച്ചൊക്കെ കാണുമല്ലോ, സ്വഭാവത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലൊക്കെ. അതുപോലെ അബ്രഹാമിനെ കൊണ്ട് ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കത്തില്ല. അങ്ങനെയല്ല അഭിപ്രായം ചോദിക്കാതെ ഇതിലെന്തോ ഇരിക്കുന്ന കാര്യം ചോദിക്കാൻ. അങ്ങനെയാണല്ലോ ഈജിപ്തിൽ ക്ഷാമമുണ്ട്, കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈജിപ്തിൽ പോയത്. ഭാര്യയെ അവിടെ ചെന്ന് സഹോദരിയാണെന്നും പറഞ്ഞ് വല്ലവരും കൈക്കലാക്കിയാലും കുഴപ്പമില്ല, തനിക്ക് രക്ഷപ്പെടാമല്ലോ, തന്നെ കൊല്ലത്തില്ല എന്നുള്ള രീതിയായിരുന്നു അന്ന്. അതുപോലെ തെറ്റുപാബദ്ധം പറ്റിയതുപോലെയാണ് അബ്രഹാമിന് ഇവിടെ അബദ്ധം പറ്റുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആ ഈജിപ്തിൽ നിന്ന് കിട്ടിയതാണ് ഹാഗാറിനെ. സാറായിക്ക് ഒരു പല പരിചാരികമാരും സമ്പത്തുകളും എല്ലാം കൊടുത്താണ് വിട്ടത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും അഴകുള്ളവളും ഏറ്റവും യുവതിയായവളും യോഗ്യതയുള്ളവളും ഒരുത്തിയായിരുന്നു ഹാഗാർ. അപ്പോൾ അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം അത് വായിക്കാൻ. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് വർഷങ്ങൾ കൊണ്ട് പറയുന്നു, നടക്കുന്നില്ല. കാര്യം ശരിയാണ്. അവിടെ അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാത്തിരിക്കാൻ വയ്യ, ഒരു കുഞ്ഞ് വേണം, വയസ്സാകുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഒരു മാനുഷികമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല. പക്ഷേ കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവിനോട് ഇവിടെ ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിതിന് മുൻപ് ഇങ്ങനെ കാണാം, ഇങ്ങനത്തെയുള്ള മനുഷ്യ ജന്മത്തിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഓരോരുത്തർ കാണിക്കുന്നത് മുൻപുള്ള അധ്യായങ്ങളിൽ, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞു, പറുദീസയുടെ നടുക്കുള്ള മരത്തിലെ ഫലങ്ങളൊന്നും ഭക്ഷിക്കരുത്, അതൊന്നും നീ മരിക്കും. അപ്പോൾ ഇത് സാത്താൻ മനസ്സിലാക്കിയിട്ട് വന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് ദൈവത്തിന് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് കണ്ടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ ഭക്ഷിക്ക്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. കാണാൻ എന്ത് മനോഹരം, എന്ത് കൗതുകമുള്ള ഒരു പഴമാണ്, എന്ത് മനോഹരമായതാണ്, ആസ്വാദ്യകരമാണ് കണ്ണിന് പോലും. അപ്പോൾ പിന്നെ അത് ഭക്ഷിച്ചാൽ എങ്ങനെയായിരിക്കും? അത്രയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ പ്രേരിപ്പിച്ചു, ഹവ്വായെ പ്രേരിപ്പിച്ചു കൊടുത്തു. അവ കൊണ്ടുവന്ന് ഇത് ഭർത്താവിന് കൊടുത്തു. അങ്ങനെയാണ് അവർ ഭക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും സാത്താൻ ഇടപെടുകയാണ്. ദൈവം അങ്ങനെ പറഞ്ഞ് ഇതുവരെ നടക്കുന്നില്ലല്ലോ, സാറായിയോടെ പറയുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ തോന്നിക്കുകയാണ്,
അപ്പോൾ ഇത് നടക്കുന്നില്ല, ഇത്രയും പ്രായമായില്ലേ, ഇനിയും ഉണ്ടാകത്തില്ല, ദൈവം ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകത്തില്ല. ദൈവം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, നിങ്ങളെ പറ്റിക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുക. അത് അന്നത്തെ ലോക സമ്പ്രദായമാണ്. അന്നത്തെ ലോകത്തിലെ ദാസി എന്ന് പറയില്ല, പരിചാരിക, അടിമകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ യജമാനന് അല്ലെങ്കിൽ യജമാനത്തിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുക അവരോടുകൂടെ. അവരെ എതിർക്കാൻ പാടില്ല, എതിർക്കരുത് എന്നുള്ളതാണ് അന്നത്തെ നിയമം. അപ്പോൾ അവളെ പ്രാപിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ മുഖാന്തരം അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അവൾ മൂലം എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? അന്നൊരു സമ്പ്രദായമുണ്ട് പ്രിയപ്പെട്ടവരെ, അതും മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ അത് ഇങ്ങനെ ഒരാൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത് അസാധ്യമെന്ന് കാണുമ്പോൾ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇതുപോലെ ദാസിയെ അല്ലെ അങ്ങനെ കൊള്ളാവുന്ന മറ്റുള്ളവരെ ഒക്കെ ഏർപ്പെടുത്തി അങ്ങനെ അവർ ഗർഭം ധരിക്കും. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം? തൻ്റെ കുഞ്ഞായിട്ട് അവൾ പ്രസവിക്കണം. എങ്ങനെയാണ് പ്രസവിക്കുക? തൻ്റെ കുഞ്ഞാണെന്നുള്ളതിന് അതിനൊരു ചടങ്ങ് തന്നെ ഉണ്ട്, ഒരു രീതി ഉണ്ട്, ആ ആചാരപ്രകാരം. അത് പ്രസവിക്കുന്ന സമയമാകുമ്പോൾ അവളെ ഈ പ്രസവവേദന വരുമ്പോൾ ഈ യജമാനത്തി യഥാർത്ഥ കുഞ്ഞ് വേണ്ടിയവൾ അവിടെ ചെന്ന് അവളുടെ കൂട്ട് തന്നെ കാര്യം നീട്ടി അവളുടെ മുമ്പോട്ട് അവളുടെ കുഞ്ഞിനെ പ്രസവിച്ച് വീഴുന്നിടത്തോട്ട് തന്നെ അവൾ കാര്യം നീട്ടി അവിടെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ യജമാനത്തെ പ്രസവിച്ചതായിട്ടാണ്, അല്ലെങ്കിൽ ആ മക്കളുടെ ആവശ്യമുള്ള അവർ പ്രസവിച്ചതായിട്ടാണ് ഈ കുഞ്ഞിങ്ങോട്ട് വരണ്ടുന്നത്. കുഞ്ഞിൻ്റെ കിടപ്പ് അങ്ങനെ ആയിരിക്കണം മറ്റവർ പ്രസവിച്ചിടുമ്പോൾ. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ നാട്ടിൽ കേരളത്തിലും പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ ആ പ്രസവിച്ച ആൾക്ക് അതിന് അവകാശമില്ല. കാരണം എന്താ? ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ ആളാണ് പ്രസവിച്ചിരിക്കാനുള്ള, കുഞ്ഞ് അങ്ങനെയാണ് പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ അവളാണ് അമ്മ, മറ്റവർ അല്ല അമ്മ, അതല്ല, അവർ വേലക്കാരി തന്നെയാണ്, നോക്കാനുള്ള പരിചാരിക തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെയാണ് പറയുന്നത്, സാറായി പറയുന്നത്, അവൾ മുഖാന്തരം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ. അപ്പോൾ പിന്നെ അവർക്ക് അവകാശമില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. ഈ സമ്പ്രദായം ഒക്കെ കൊള്ളാം, അബ്രാഹം ഏതായാലും സമ്മതിച്ചു, ഏതായാലും ദൈവം പറഞ്ഞു കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇവിടെ സാത്താൻ്റെ ആ വാക്കാണ്, ദൈവത്തിൻ്റെ വാക്കല്ല ഇവിടെ സാറായി ചെയ്തത്. അബ്രാഹ്മിൻ്റെ രണ്ടിലൊന്ന് പിന്നെ ചിന്തിച്ചിട്ടില്ല. ഈജിപ്തിൽ പോയതുപോലെ ഇവിടെയും അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല, കർത്താവിനോട് ചോദിക്കാനും ഒന്നും പോയില്ല. അവളെ കൊള്ളാം, ഭാര്യ സാറായിയെ പോലെ തന്നെ ഏകദേശം സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയാണ്, അവളെ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ഈ പറ്റുന്ന അബദ്ധം ഇന്ന് ലോകം മുഴുവനും അനുഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ പറ്റിയ അബദ്ധത്തിൻ്റെ പരിണത ഫലം ഇന്ന് ലോകം മുഴുവനും അനുഭവിക്കുന്നു. അങ്ങനെ ഹാഗാറിലൂടെ ഒരു കുഞ്ഞ് ഉണ്ടാകാനാണ്, അവളെ പ്രാപിച്ചു, അവൾ ഗർഭിണിയായി. അപ്പോൾ അവളെ പ്രാപിക്കുക, അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. അപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹാഗാറിൻ്റെ വിധം മാറി. കാരണം അബ്രാം ചിലപ്പോൾ കൂടുതൽ ആകർഷകത്വം അവളോട് തോന്നിക്കാണും. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷവാനായി കാണും. അപ്പോൾ അവളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ടായിരിക്കാം. അത് സാറായിക്ക് വിഷമമായി. കാരണം അപ്പോൾ ഇവൾക്കിവിടെ അഹങ്കാരവുമായി. ആർക്കാ? ഹാഗാറിന്. കാരണം എന്നെയാണ് എൻ്റെ യജമാനൻ സ്വന്തം ഭാര്യയെ പോലെ തന്നെ എന്നെയും കരുതുന്നു. അപ്പം ഞാനും അതിന് ഇവിടെ ഇനി അടിമയല്ല, പരിചാരികയല്ല, ഞാനും ഭാര്യ തന്നെയാണ്. അപ്പം രണ്ട് ആണെന്നുള്ള ഒരു വിചാരത്തിലാണ് ഹാഗാറിൻ്റെ ഈ പെരുമാറ്റം. അവളെ യജമാനത്തിയെ നിന്ദയോടെ വീക്ഷിച്ചു. കാരണം കുട്ടികളുണ്ടാതിൽ അവൾ വന്ധ്യ, അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. വന്ധ്യയാകുന്നത് അവൾ യോഗ്യതയില്ലാത്തവളും കൊള്ളരുതാത്തവളും ആയതുകൊണ്ടാണെന്നുള്ള ഒരു ചിന്തയുണ്ട്.
ദൈവം അവളിൽ പ്രസാദിക്കാത്തതുകൊണ്ടാണെന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സമയമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇങ്ങനെ നമ്മളോടും നമ്മൾ ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ, എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുപോലാണ് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ നമ്മൾ പ്രവർത്തിക്കരുത്. അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുമല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഉടനെ ദൈവത്തിന് ആ സമയമുണ്ട് നമുക്ക് തരുന്നതിന്. അതിപ്പം ഞാനായാലും ചിന്തിക്കത്തില്ല, ഉടനെ നമുക്ക് കാര്യം സാധിക്കണം. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണ്, ഉടനെ വേണ്ടിയാണ്. അതിന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇവിടെ ഒരു പ്രായം ചെന്നവളാണ്, അതിൻ്റെ ഗർഭം ധരിക്കാനുള്ള പ്രായം കഴിഞ്ഞു 2 പേർക്കും, അബ്രാമിനും സാറായിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ന്യായമായിട്ട് ചിന്തിച്ചത്. അന്നത്തെ ഒരു ആചാരം ഉണ്ടല്ലോ, അതനുസരിച്ച്. പക്ഷേ ഹാഗാർ ഇതിനൊന്നും സന്നദ്ധയായില്ല. അവൾ കുറച്ചുകൂടെ മിടുക്കിയായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് തൻ്റേടിയായിരുന്നു. ഇത്രയ്ക്ക് യജമാനത്തി കാണിക്കുന്നതിനുള്ള സ്നേഹവും പരിഗണന ആത്മാർത്ഥതയൊന്നും അല്ലായിരുന്നു. കാരണം പ്രസവിച്ച് കൂടെ കൊടുക്കണം, പ്രസവിച്ച് വിടണം അവിടെ മുൻപിൽ. അപ്പോൾ കാര്യമില്ല. അപ്പോൾ അങ്ങനെ യജമാനത്തി അവൾ നിന്നയോടെ വീക്ഷിച്ചു. സാറായി അബ്രാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. അപ്പോൾ ഇവിടെ കണ്ടോ, നേരെ തിരിഞ്ഞു. അവിടെ ഏതൻ തോട്ടത്തിൽ പറഞ്ഞവരാണ്. ആദാം പറഞ്ഞ എന്താ? നീ എനിക്ക് കൂട്ടിന് തന്നതാണ്, നിങ്ങൾ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് എനിക്ക് തന്നത്. ഞാൻ ചോദിച്ചതാണോ അവളെ? ദൈവം കൊണ്ടുവന്ന് കൊടുത്തതാണ്. അവൾ തന്നത് ഞാൻ പള്ളിച്ചെന്ന് കൂട്ടായിട്ട് തന്നതല്ലയോ? ഒന്നായിരിക്കണമെന്നും പറഞ്ഞു അവിടെ തന്നത് ഞാൻ സ്വീകരിച്ചത്. അതുപോലാണ് ഇവിടെ പറ്റിയത്. അബ്രാമിനും അപ്പോഴിപ്പോൾ അബ്രാമും ആകപ്പാടെ വിഷണ്ണനായി കാണും. എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യത മൂഢനായി കാണും. കാരണം ഇതെന്തൊക്കെയാണ് പറ്റുന്നത്? അവളാണ് കെട്ടി ഏൽപ്പിച്ചത് സാറായി. അപ്പം അവസാനം കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ അവിടെ വഴിക്കായി 2 പേരും 2 വഴിക്കായി, പെണ്ണുങ്ങൾ 2 പേരും ശത്രുതയായി, കീരിയും പാമ്പും പോലായി. ഇവിടെ വിഷമിക്കുന്നത് അബ്രാഹാം. അപ്പോൾ നിങ്ങളാണ് കാരണക്കാരൻ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ പഴിക്കേണ്ടി വരും നമ്മളിങ്ങനെയൊക്കെ പോയാൽ. കാരണം ദൈവത്തോട് ആലോചിക്കാൻ ചെയ്യരുത്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവൻ, ദൈവത്തിൻ്റെ അനുയായി ആയിരിക്കുന്നവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് നടക്കേണ്ടത്. ദൈവത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നടന്നിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം, ഉറപ്പ് വേണം. അത് നമ്മൾ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ് ഇതൊക്കെ. ഈ എള്ളി വൈകി ഇതൊക്കെ എന്തിനാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? നമുക്കൊരു മാതൃകയായിട്ടാണ്, മാതൃകാ പാഠമായിട്ടാണ്. വിശ്വാസികൾ ഇങ്ങനെ ആയിരിക്കണം. ദൈവമായിട്ട് വിശ്വാസികൾ ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തോടെ ആലോചിക്കാതെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. അത് നമുക്ക് നല്ലൊരു ഗുണപാഠമാണ് ഇവിടെ തരുന്നത് ഈ കാര്യങ്ങൾ. ഇവിടെ ഇത് വായിക്കുമ്പോൾ അപ്പം ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദയായി. എനിക്കും നിങ്ങൾക്ക് മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ. അതിലിപ്പം അബ്രാം എന്ത് ചെയ്യാൻ? അവളെ കൊടുത്തതെന്നൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ കുറ്റക്കാരൻ നിങ്ങളാണ്, ഇതിന് കാരണക്കാരൻ എന്നാണ് അബ്രാമിനോട് പറയുന്നത്. അബ്രാമായ ആവപ്പാടെ തലകറങ്ങി ഇരുന്ന് കാണും വീഴാതെ. അപ്പം നിന്ദയായി. അപ്പോൾ എനിക്കും നിങ്ങൾക്ക് മധ്യ കർത്താവിനെ അവിടെ മാധ്യസ്ഥമായിട്ട് വിചാരിക്കുക. എന്നാൽ കർത്താവ് അവിടെ ഈ വിധി പ്രസ്താവിക്കട്ടെന്നും കർത്താവ് പ്രവർത്തിക്കട്ടെന്നും പറയാതെ കർത്താവ് പറഞ്ഞത് കേൾക്കാനും കാത്തിരിക്കാനും എന്തുകൊണ്ട് തോന്നിയില്ല? ദൈവം പറയുന്നത് നടക്കും എന്നുള്ള ഉത്തമ ബോധ്യം 2 പേർക്കും ഉണ്ടായിരുന്നു. അബ്രാമിന് ഏറ്റവും കൂടുതലായിട്ടുള്ളതായിരുന്നു, ഉണ്ടാകേണ്ടുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ തിന്മ അവിടെ സംഭവിച്ചത്. ആ തിന്മ നമ്മുടെ മൂത്ത പിതാവിന് ഉണ്ടായ തിന്മയുടെ ഉണ്ടായ അപ്പോഴത്തെ
സന്ദർഭവശാലുള്ള ആ ബുദ്ധി ഉണ്ടാകാതിരുന്നപ്പോൾ, ആബ്സെൻറ്റ് മൈൻഡഡ് ആയിരുന്നപ്പോൾ, അതായത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങളൊന്നും ആലോചിച്ച് ഉറപ്പിക്കാൻ പറ്റിയില്ല. അതിനു മുൻപേ ഈ തീരുമാനം അവളെ സാറായി അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരെ സാറായിയെ സന്തോഷിപ്പിക്കാനായിരിക്കാം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് നമ്മളപ്പോഴും ചിന്തിക്കണം. നമുക്ക് ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും. ഇന്ന് നമ്മൾ ഇതാണ് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ സമയത്തിന് നമ്മൾ കാത്തിരിക്കണം. അല്ല, നമ്മുടെ സമയം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ? നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് ഇന്നതെല്ലാം ഇന്ന സമയത്തുണ്ടായിരിക്കണം, എൻ്റെ മക്കൾക്കുണ്ടായിരിക്കണം, എൻ്റെ കുടുംബത്തിൽ തലമുറകൾക്കുണ്ടായിരിക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുക. അല്ലാതെ ദൈവം പറയുന്നത്, ദൈവം അപ്പോൾ അതിന് നടത്താനുള്ള നിറവേറ്റാനുള്ള ആളായിരിക്കണം. നമ്മൾ പറയുന്ന പോലെ ദൈവത്തെ ഇവിടെ സാറായി അബ്രാമിനെ വരച്ച വരയിൽ നിർത്തിയതുപോലെ ദൈവത്തെ നമ്മൾ വരച്ച വരയിൽ നിർത്താനാണ് നമ്മൾ നോക്കുന്നത്. ഇന്നതിന് മാറ്റമുണ്ടോ? ഇല്ല. സമൂഹത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഈ ചെയ്യുന്നത്. നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിലുള്ളവർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തിനാണ് ധ്യാന കേന്ദ്രങ്ങളിലും പന്തലുകളിലൊക്കെ പോകുന്നത്? എൻ്റെ കാര്യം നടക്കണം, ദൈവം എനിക്കിത് നടത്തി തരണം, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. അല്ലെ, ദൈവത്തെ ആരാധിക്കാനും ആണോ അങ്ങനെ? അപ്പോൾ ആ കൂട്ടത്തിൽ നടക്കട്ടെ എന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആർക്കും അങ്ങനല്ല ഉണ്ടായിട്ടുള്ളത്. എനിക്കിത് സാധിക്കണം. നമ്മളും പറഞ്ഞു കൊടുക്കും, നിൻ്റെ രോഗം സുഖമാകട്ടെ, നീ പോ. അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിത ക്രമങ്ങളൊക്കെ ഒന്ന് ശരിയാകട്ടെ, ജീവിത രീതികൾ, സ്വഭാവങ്ങൾ ഇതൊക്കെ മാറാനുണ്ട്, അതൊക്കെ ആകട്ടെ, അവിടെ പോകുമ്പോൾ മാറും. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ ദൈവത്തിന് എപ്പോഴാ ബോധ്യം മനസ്സിൽ ഇങ്ങനെ വന്നു പോയി, ആ ആളിൻ്റെ ബോധ്യം, ദൈവം ഇതൊക്കെ നടത്തി തരാനിരിക്കുന്നവനാണ്, ഇത് നടത്തുന്ന ദൈവമാണ്, വേറെ ആർക്കും പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. നമ്മൾ ചെവി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തിനാണ്. ഇവിടെ ഹാഗാറിനുമായിട്ടുള്ള ഈ ബന്ധം, ഈ സംസാരം വന്നിടം മുതൽ പിശാചിൻ്റെ വഴി കേട്ടതുകൊണ്ടാണ്. ബുദ്ധി സാറായിക്ക് ഉപദേശിച്ച് കൊടുത്തതാണ്, ഏതൻ തോട്ടത്തിൽ വെച്ച് ഉപദേശിച്ചതുപോലെ, ഇതിലൊന്നും കാര്യമില്ല, നടത്തിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് അന്നേരം മുതൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ഏതാണ്ട് 10, 13, 12 വർഷം വരെയാണെന്ന് തോന്നുന്നു. കർത്താവ് പിന്നെ മിണ്ടിയിട്ടില്ല. ആരോടാ? അബ്രാമിനോട് മിണ്ടിയിട്ടേ ഇല്ല. ഒരാലോചനയും കൊടുത്തിട്ടില്ല, ഒരു ദർശനവും കൊടുത്തിട്ടില്ല. പണ്ട് ഈജിപ്തിൽ പോയാൽ തീരുമാനിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. അങ്ങ് പോയപ്പോൾ പിന്നെ കർത്താവ് 4-5 വർഷത്തേക്ക് പിന്നെ മിണ്ടിയിട്ടില്ല. ഈജിപ്തിൽ നിന്ന് തിരിച്ച് വരുന്നിടം വരെ അബ്രാമിന് ദർശനം കൊടുത്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ. ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം, 10-12 വർഷത്തേക്ക് കർത്താവ് മിണ്ടിയില്ല. പിന്നെ മിണ്ടുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് നമ്മളായിട്ട് നിർബന്ധം പിടിച്ച് അകന്ന് പോവുകയാണ്. അപ്പോൾ അപ്പം അബ്രാം പറഞ്ഞു, നിൻ്റെ ദാസി ഇപ്പോഴും നിൻ്റെ കീഴിലാണ്, നിൻ്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. അപ്പോൾ അവൾ നിന്ദ കാണിക്കുന്നെങ്കിൽ നിനക്കും കാണിക്കാം. അവൾ കാരണം ദാസിയാണ്, നിൻ്റെ പരിചാരികയാണ്. എവിടെ നിന്ന് കിട്ടിയ? ഈജിപ്തിൽ നിന്ന് കിട്ടിയതാണ്. ഫറവോ കൊടുത്തതാണ്, സമ്മാനിച്ചതാണ്. നല്ല ഫറവോയുടെ വിശ്വസ്ത ദാസിയല്ല, ഒരാളുടെ യുവതിയാണ്. കന്യക പ്രായം കഴിഞ്ഞ ഒരു യുവതിയാണ്. അല്ല, ഒരുപാട് പ്രായമായതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിൽ. അപ്പോൾ അങ്ങനെയാണ് കൊടുത്ത് അയച്ചത്. അപ്പോൾ സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുമൊക്കെ നടക്കാവുന്ന കാര്യങ്ങളാണ് ഇത്. ദൈവം കൊടുത്ത വാഗ്ദാനത്തിന് വിപരീതമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചതെല്ലാം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ വയ്യായിരുന്നു. അപ്പം കർത്താവ് 16 ബി എന്ന് പറയുമ്പോൾ രണ്ട് വാക്യങ്ങളുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വാക്യങ്ങൾ, അല്ലെങ്കിൽ 3 വാക്യം ഉണ്ടെങ്കിൽ ABC കാണും. ഇത് രണ്ടാമത്തെ വാക്യം. ഇത് ഇവിടെ പറയുന്നുണ്ട് 15
ആ ഈ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. അവിടെ ബലിയർപ്പണം ഉടമ്പടിയായി കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആ ഉടമ്പടി നടത്തുകയാണ്, ചെയ്യുകയാണ്. ഇന്നതാണ് അതിൻ്റെ വ്യവസ്ഥകൾ, കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. അതായത് 430 വർഷം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത് ഈജിപ്തിൽ നിന്ന് അടിമകളായിട്ട്. എന്തെന്നാൽ കാരണം എന്താ, ഈ 4-ാം തലമുറ 430 വർഷം വരെ എടുക്കുന്ന എന്താ, എന്നാൽ അവരെ എങ്ങനെ നേരത്തെ മോചിപ്പിച്ച് കൊണ്ടുവന്നൂടെ? അവർക്ക് രാജ്യം കൊടുക്കാനുള്ള അവർക്കും കൊടുത്തൂടെ മറ്റവരെ ഓടിച്ചു വിട്ടിട്ട്? അപ്പോൾ അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. കർത്താവിന് നീതിബോധമുണ്ട്, നീതിയുണ്ട്. കർത്താവിൻ്റെ നീതിയെ കവച്ചു വയ്ക്കാൻ വേറെ ഒന്നിനും സാധിക്കത്തില്ല, ഒരുത്തർക്കും സാധിക്കത്തില്ല. അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. അമോര്യരുടെയൊക്കെ ആ ദേശമാണ് കൊടുക്കേണ്ട, കാനാൻ ദേശം. 10 വംശങ്ങളുടെ 10 രാജ്യങ്ങളുടെ ദേശങ്ങൾ, 10 രാജാക്കന്മാരുടെ രാജ്യങ്ങളാണ്, ദേശങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. കാനാൻ ദേശം എന്നും പറയുന്നവർക്ക് കൊടുക്കേണ്ടുന്നത്. അതിലൊന്നാണ് ഈ അമോര്യരും കാനാന്യരും ഒക്കെ അതിൽ ഓരോ വകകളുള്ളവരാണ്. അപ്പം അവരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇതിനൊരു കാരണം വരണം. അപ്പോൾ ഈ 430 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ദുഷ്ടരായ ജനതകൾ കൂടുതൽ കൂടുതൽ ദുഷ്ടരായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ദുഷ്ടതയെന്നല്ലാതെ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് കർത്താവിന് ശിക്ഷിക്കാനുള്ള ന്യായം കാണുന്നത്. അതുവരെ അവർ അവിടെ കിടക്കട്ടെ, അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലാണ് നമ്മൾ അതുപോലെ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ഈ മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് കാത്തിരിക്കണമായിരുന്നു അവർ. കർത്താവിൻ്റെ സമയത്ത് അത് കൃത്യമായിട്ട് നടന്നിരിക്കും തീർച്ചയായിട്ടും എന്നുള്ള ആ ഒരു ചിന്ത പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. പിശാച് ദൈവത്തിൻ്റെ ഇംഗിതത്തിന് എതിരായിട്ട് എപ്പോഴും പ്രവർത്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ്. പ്രേരിപ്പിക്കുന്ന ശക്തി എന്നല്ല, ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ദൈവം തക്ക സമയത്തിന് വാഗ്ദാനം നിറവേറ്റും. കാത്തിരിക്കണം. നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അപ്പോൾ ഉൽപ്പത്തിയിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ് ഏദൻ തോട്ടത്തിൽ വെച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇങ്ങനെ പറഞ്ഞു പോകും. സാത്താൻ പറഞ്ഞു, അതങ്ങ് ചെയ്തു. അതവർ ചെയ്തു. അതുകൊണ്ട് കാര്യമാക്കണ്ട, ചെയ്യാൻ പറഞ്ഞു, അങ്ങ് ചെയ്തു. അപ്പോൾ അബ്രഹാം അനുസരിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ആചാരം പറഞ്ഞു, അപ്പോൾ ദൈവം 7-ാമത്തെ വാക്യത്തിൽ അവൾ സാറായെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ വെച്ച് മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടുമുട്ടി. ആരാണ്? കർത്താവിൻ്റെ ഹാഗാറിനെ കണ്ടുമുട്ടി. ഹാഗാർ ഓടിപ്പോവുക, രക്ഷപ്പെട്ടു പോവുക അവിടുന്ന്. അപ്പോൾ കർത്താവ് എന്തിനാണ് ദൂതൻ, എങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതൻ അവിടെ വരുന്നത്? കർത്താവ് അയച്ചിട്ടാ, ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ഹാഗാറല്ല യഥാർത്ഥ കുറ്റവാളി. യഥാർത്ഥ കുറ്റവാളി സാറായിയും അബ്രാമുമാണ്. അവളതിന് പാത്രമാവുകയാണ് ചെയ്തത്. അതിനോട് സഹകരിച്ചു, പാത്രമായി. കാരണം അന്നത്തെ ആ രീതി അനുസരിച്ച്, ആചാരം അനുസരിച്ച് അവളത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ, അനുസരിച്ചേ പറ്റത്തുള്ളൂ, കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. സന്തോഷത്തോടെ കീഴടങ്ങണം, അത് അനുസരിക്കണം. അതാണ് അവൾ ചെയ്തത്. ആ രീതിയിൽ അവളങ്ങനെ കുറ്റവാളിയാകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ നീതി അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കർത്താവിൻ്റെ നീതിയെ കവച്ചു വയ്ക്കാൻ ഒന്നിനും പറ്റത്തില്ല, ആർക്കും പറ്റുകയില്ല. അപ്പോൾ ആ നീതി അനുസരിച്ച് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് അവൾക്ക് വേദന വരരുത്, ദോഷം വരരുത്, അതിനുവേണ്ടി അവളെ സഹായിക്കാനായിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് അടുത്ത 8 മുതലുള്ള വാക്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം, നമുക്ക് കേൾക്കാം. അത് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കേട്ട് പഠിക്കണം. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് കേട്ട് പഠിക്കണം.
പിന്നെ ഇനി നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് നാൾ കൊണ്ട് ഇടാത്തത് ഇവിടെ നെറ്റിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം പരിശ്രമിച്ചിട്ട് സാധിച്ചില്ല. ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലിടാണ്ട് പരിശ്രമിച്ചു, സാധിക്കാതെ വന്നു. അത് റിലീസാകുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഇടാതെ യൂട്യൂബിൽ ചെയ്ത് അങ്ങോട്ട് നമ്മൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലോട്ട്. അതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ചെയ്യുന്നവർ, ഞാൻ ഫേസ്ബുക്കിൽ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കണം. പരമാവധി മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം, കിട്ടാത്തവർക്കുമെല്ലാം. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, യൂട്യൂബ് ചാനലും കൂടെ ഒന്ന്, എൻ്റെ നേരത്തെ പോസ്റ്ററുകളിലൊക്കെ കണ്ടല്ലോ, ആ യൂട്യൂബ് ചാനൽ കാണണം. അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പരമാവധി ഷെയർ ചെയ്യണം. കാരണം അത് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ഞാനല്ലാതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവരറിയട്ടെ. ബൈബിളിനെ പറ്റി വിശദമായിട്ട് അറിയാൻ കഴിയാത്തവർ ക്രിസ്ത്യാനികൾ തന്നെ ധാരാളമുണ്ട്, എല്ലാ വിഭാഗങ്ങളിലുള്ളവരും ഉണ്ട്. അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫലം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണണം. നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും അതങ്ങനെ ചെയ്യണമെന്നില്ല. ലിങ്ക് ഇടാൻ ചിലർക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേവിൽ, അത് ആ പോസ്റ്റർ കാണണം. ആ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത്, ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് എപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് ചെയ്യണം. പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കണം. എല്ലാവരും പഠിക്കേണ്ടുന്ന കാര്യമാണ്, സർവ്വജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. മറന്നു പോകരുത്, അതിനൊരു ഉദാസീനത കാണിക്കരുത്. ദൈവം നമ്മളെ എല്ലാം ഗ്രഹിക്കുന്നതിനും എല്ലാം ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും എല്ലാം സഹവാസമൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ആമീൻ.